എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. ഇതാ കുക്കറിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് കേട്ടോ ഇത്. ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ നമുക്കിത് സെർവ് ചെയ്യാം. കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തുവിടാൻ പറ്റുന്ന റെസിപ്പി തന്നെയാണിത്. 10 മിനിറ്റ് പോലും വേണ്ട ഇത് തയ്യാറാക്കിയെടുക്കാൻ. അപ്പോൾ ഈ കറി എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് വീഡിയോ എല്ലാവരും ഒന്ന് കണ്ടു നോക്കൂ. ഇതാ ഞാനൊരു കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട്. കുക്കറിലാവുമ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇതാ കുറച്ച് പരിപ്പാണ്. അപ്പോൾ ഇതൊരു അര ബൗളോളം ഉണ്ട് കേട്ടോ പരിപ്പ്. അത് ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിനകത്തേക്ക് വേണ്ടത് സവാളയാണ്. സവാള ചെറുതായിരുന്നുകൊണ്ട് ഞാൻ 2 സവാള എടുത്തിട്ടുണ്ട്. ഇതുപോലെ നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ സവാളയും കൂടി നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു കഷ്ണം ഇഞ്ചി ഇതുപോലെ ഒന്ന് നീളത്തിൽ കനം കുറഞ്ഞ് അരിഞ്ഞെടുക്കുക. അത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. ഇഞ്ചിയുടെ അളവ് കൂടി പോകണ്ട, ചെറിയൊരു കഷ്ണം എടുത്താൽ മതി. അതുപോലെ തന്നെ 2 പച്ചമുളക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല എരിവുള്ള പച്ചമുളകാണ് കേട്ടോ, 2 എണ്ണം അതുകൊണ്ടാണ് ചേർത്ത് കൊടുത്തത്. ഇനി തക്കാളി നല്ല പുളിയുള്ള തക്കാളി നോക്കിയിട്ട് എടുക്കുക. 2 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. അതുകൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ്. അപ്പോൾ 1/4 ടീസ്പൂണിൽ കുറച്ച് കൂടുതൽ ഞാൻ എടുത്തിട്ടുണ്ട്. അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഉപ്പ് നമ്മളിപ്പോൾ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി, വേണമെച്ചാൽ നമുക്ക് പിന്നെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൊടുക്കുക. അപ്പോൾ വെള്ളം ഒരുപാട് അങ്ങ് ചേർത്ത് കൊടുക്കണ്ട. നമ്മൾ ആ ചേർത്ത് കൊടുത്തിരിക്കുന്ന കഷ്ണങ്ങളുടെ മുകളിൽ വെള്ളം നിൽക്കത്തക്ക രീതിയിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. തക്കാളിയിലൊക്കെ അത്യാവശ്യം വെള്ളം ഉള്ളതാണ്. ഇത് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യാനൊന്നും ആരും മറന്നു പോകില്ല കേട്ടോ. ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കണേ. അപ്പോഴാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഇതിനകത്തേക്ക് നമ്മൾ ചേർത്ത് കൊടുത്തത് തിളപ്പിച്ചാറിയ വെള്ളമാണ്. അപ്പോൾ തിളപ്പിച്ചാറിയ വെള്ളം വേണം കേട്ടോ ചേർത്ത് കൊടുക്കാനായിട്ട്. നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ട് ഇനി നമ്മൾക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ തക്കാളിയും സവാളയും വെന്ത് കിട്ടിക്കോളും പെട്ടെന്ന്. പരിപ്പാണ് കുറച്ച് വേവാൻ താമസമുള്ളത്. അപ്പോൾ ഓരോ കുക്കറിൻ്റെ വിസിലിനും വ്യത്യാസമുണ്ട്. നമുക്കിത് 3 വിസിൽ അത്രയും കേട്ടുള്ളൂ. അപ്പോഴേക്കും നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. പരിപ്പ് അങ്ങനെ സെപ്പറേറ്റ് വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, ഇതിൻ്റെ കൂടെ തന്നെ വെന്ത് കിട്ടിക്കോളും. അപ്പോൾ ഞാൻ സ്റ്റവ് ഓൺ ചെയ്തിട്ട് കുക്കർ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പം 3 വിസിൽ കേട്ടപ്പം ഞാൻ സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പരിപ്പും തക്കാളിയും സവാളയൊക്കെ ഇവിടെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ആ തവി കൊണ്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. ഇനി നിങ്ങൾക്ക് പരിപ്പ് ഇഷ്ടമില്ലെങ്കിൽ സവാളയും തക്കാളിയും മാത്രം എടുത്തിട്ടും ഈ കറി തയ്യാറാക്കി എടുക്കുക കേട്ടോ. ഇപ്പോൾ ഗ്യാസിൻ്റെയൊക്കെ പ്രശ്നമുള്ളവർക്കാണെങ്കിൽ പരിപ്പ് കഴിക്കാൻ ഇഷ്ടമുണ്ടാവില്ല. അങ്ങനെ വെച്ചാൽ തക്കാളിയും സവാളയും വെച്ചിട്ടും നമുക്ക് ഈ കറി തയ്യാറാക്കി എടുക്കാം. നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇനി വളരെ എളുപ്പത്തിൽ നമുക്ക് ഇതൊന്ന് കടുക് വറുത്തിടാം. ഞാൻ സ്റ്റവ് ഓൺ ചെയ്തിട്ട് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ചേർത്ത് കൊടുത്തത് വെളിച്ചെണ്ണയാണ്. ഇനി സൺഫ്ലവർ ഓയിൽ എടുക്കണമെങ്കിൽ ആവാട്ടോ, ഞാൻ വെളിച്ചെണ്ണ എടുത്തുന്നേ ഉള്ളൂ. ഇനി വെളിച്ചെണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായി കിട്ടണം. ഇതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കുക. പെരുംജീരകമല്ല, നല്ല ജീരകം ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് മുളക് പൊടി. അപ്പോൾ നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഞാനൊരു 1/2 ടീസ്പൂൺ അത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കായത്തിൻ്റെ പൊടി. കായപ്പൊടി ചേർത്ത് കൊടുക്കുമ്പം അളവ് വളരെ കുറച്ചെടുത്താൽ മതി. 1/4 ടീസ്പൂൺ ഒന്നും എടുക്കണ്ട കേട്ടോ, അതിലും താഴെ എടുത്താൽ മതി. ഇത് കുക്കിംഗ് പഠിച്ചു വരുന്ന കുട്ടികളോടാണ് കേട്ടോ ഈ പറഞ്ഞത്, കാരണം അവർക്ക് അത്ര നിശ്ചയം ഉണ്ടാവില്ല. കായത്തിൻ്റെ പൊടിയൊക്കെ കൂടിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ കറി കഴിക്കും, അതുകൊണ്ടാണ്. പിന്നെ കായപ്പൊടി ചേർക്കുമ്പോൾ നമ്മുടെ കറിക്ക് നല്ലൊരു വാസനയും അതുപോലെ നല്ല സ്വാദുമൊക്കെ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു 3-4 വറ്റൽമുളക് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഞാൻ ഇതിനകത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മല്ലിയില ചേർക്കണമെങ്കിൽ ആവാട്ടോ, മല്ലിയിലയുടെ ഒരു ഫ്ലേവർ ഇഷ്ടമുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. കറിയൊക്കെ നമ്മൾ തയ്യാറാക്കി കഴിയുമ്പോൾ ലാസ്റ്റ് മല്ലിയില ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ മല്ലിയില ചേർത്ത് കൊടുക്കുന്നില്ല. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കുന്ന കറികളാണ് പൊതുവേ വീട്ടമ്മമാർക്ക് ഇഷ്ടമല്ലേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്ത് കൊടുത്തോളൂ കേട്ടോ, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ. ഇനി നമ്മൾക്കിത് അതിനകത്തേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പും തക്കാളിയും സവാളയും ഉണ്ടല്ലോ, അത് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഈ സമയത്ത് തീ ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. കുക്കിംഗ് ഒക്കെ പഠിച്ചു വരുന്ന കുട്ടികൾക്കും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന കറിയാണ് കേട്ടോ. ബാച്ചിലേഴ്സിനൊക്കെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന കറി തന്നെയാണിത്. ചപ്പാത്തിക്കും കഴിക്കാം, ചോറിനും കഴിക്കാം നമുക്ക്. ഇതിപ്പോൾ നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഒന്നും
കൂടി നിങ്ങൾക്ക് തിക്കായിട്ട് എടുക്കണമെങ്കിൽ ഒന്നും കൂടി ഒന്ന് തിളപ്പിച്ചെടുത്തോളൂ. അപ്പോൾ ഞാൻ അങ്ങനെ ഒരുപാട് അങ്ങോട്ട് തിക്കായിട്ടല്ല എടുക്കുന്നത്. ഇതാ ഒന്ന് തിളച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതാ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നമ്മുടെ റെസിപ്പി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. തയ്യാറാക്കി നോക്കൂ, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കറിയായിരിക്കും ഇത്. തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ പറയണേ. നിങ്ങളുടെ കമൻറ്റ് കാണുമ്പോഴാണ് മറ്റുള്ളവർക്കും ഈ കറിയൊക്കെ തയ്യാറാക്കി നോക്കാനുള്ളൊരു പ്രചോദനം കിട്ടുള്ളൂ. റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയിൽ കാണാം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. താങ്ക്